ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്തിനെ പറ്റിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മീനുകൾക്ക് അതിൻ്റെ ഓണറിനെ അല്ലെങ്കിൽ അതിനെ വളർത്തുന്ന ആളെ തിരിച്ചറിയാൻ പറ്റുമോ എന്നതിനെ പറ്റിയാണ്. ഇതിനെക്കുറിച്ച് ഞാൻ കുറേ കേട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ പല ആൾക്കാർക്കും ഉള്ളൊരു ഡൗട്ടും കൂടിയാണ് ഇത് സത്യമാണോ എന്നുള്ളത്. നമുക്കറിയാം കുറേ മീനുകൾ നമ്മളുമായിട്ട് അല്ലെങ്കിൽ അത് വളർത്തുന്നവരുമായിട്ട് ഇണങ്ങുന്ന മീനുകളാണ്. എല്ലാ മീനുകളും അങ്ങനെ അത്ര ഇണങ്ങുന്ന മീനുകളല്ല എങ്കിലും കുറേ ഇനത്തിൽപ്പെട്ട മീനുകൾ നല്ല രീതിയിൽ ഇണങ്ങുന്ന മീനുകളാണ്. ഉദാഹരണത്തിന് ഓസ്കാറുകൾ, സിക്ലിഡ് ഫാമിലിയിൽപ്പെട്ട കുറേ മീനുകൾ, ഈ പറഞ്ഞ പോലെ ഓസ്കാറുകൾ, അതുപോലെ തന്നെ ഫ്ലവർ ഹോൺ, പിന്നെ ഏഞ്ചൽ, കുറേ മീനുകളുണ്ട് ഇതുപോലെ. നമുക്കറിയാം അക്വേറിയത്തിൻ്റെയൊക്കെ ഫ്രണ്ടിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ നല്ല രീതിയിൽ നമ്മളുമായിട്ട് ഇങ്ങനെ കൈയൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അടുത്തേക്ക് വരും, കളിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യും. അതുപോലെ തന്നെ ഗൗരാമി ഫാമിലിയിൽ പെട്ട കുറേ മത്സ്യങ്ങൾ, ജയൻറ്റ് ഗൗരാമി, പിന്നെ അരവാന, അങ്ങനെ കുറേ മീനുകളുണ്ട്. എല്ലാ മീനുകളും നേരത്തെ പറഞ്ഞ പോലെ അത്ര ഇണങ്ങുന്ന മീനുകളല്ല. പക്ഷേ കുറേ മീനുകൾ, ഇതുപോലുള്ള മീനുകൾ നല്ല രീതിയിൽ ഇണങ്ങുന്ന മീനുകളാണ്. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് ഇവർക്ക് നമ്മളെ തിരിച്ചറിയാൻ പറ്റുമോ എന്നുള്ളതാണ്. അപ്പോൾ പഠനങ്ങൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ശരിക്കും മീനുകൾക്ക് ഒരു ഹ്യൂമൻ ഫേസ്, അതായത് അത് വളർത്തുന്ന ആളുടെ ആ ഒരു മുഖം ക്ലിയർ ആയിട്ട് തന്നെ റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. അത് എല്ലാ മീനുകൾക്കും പറ്റില്ല. പഠനം നടത്തിയിട്ടുള്ള കുറേ മീനുകളിൽ അത് കൃത്യമായിട്ട് തന്നെ അവർക്ക് അത് സ്കാൻ ചെയ്യാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. അതായത് ആ ഒരു മീനിനെ വളർത്തുന്ന ആളെ, അയാളുടെ ബോഡി ലാംഗ്വേജ്, അയാളുടെ ഫേസ്, ഇത്തരം കാര്യങ്ങളെല്ലാം ഇവർക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. എന്നെ സംബന്ധിച്ച് ചില എക്സ്പീരിയൻസുകളൊക്കെ നമുക്കും ഉണ്ട്. ഉദാഹരണത്തിന് പ്രത്യേകിച്ച് ജയൻറ്റ് ഗൗരാമി പോലുള്ള മീനുകൾക്ക് ഞാൻ സ്ഥിരമായിട്ട് ഫീഡ് ചെയ്യുന്നതാണ്. വേറെ ആരെങ്കിലും ചെല്ലുകയാണെന്നുണ്ടെങ്കിൽ അത് അത്ര അടുത്തേക്ക് വരാറില്ല. അതുപോലെ തന്നെ ചില സമയങ്ങളിൽ ഇപ്പോൾ എൻ്റെ കൂടെ വേറെ ആരെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ അത് അടുത്തേക്ക് വരില്ല, അത് കുറച്ച് മാറി നിൽക്കും. അപ്പോൾ അതിന് കൃത്യമായിട്ട് തന്നെ ആൾക്കാരെ റെക്കഗ്നൈസ് ചെയ്യാനായിട്ടുള്ള കഴിവുണ്ട് എന്നുള്ളത് നമുക്കും ഏകദേശം ബോധ്യപ്പെട്ടിട്ടുള്ളൊരു കാര്യമാണ്. ഇതെങ്ങനെയാണ് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് നമ്മുടെ ബോഡി ലാംഗ്വേജും അതുപോലെ ശരീരത്തിൻ്റെ സ്ട്രക്ചറും ഫേസും ഒക്കെ നമ്മൾ ഫീഡ് ചെയ്യാൻ ചെല്ലുന്ന സമയത്ത് അല്ലെങ്കിൽ വാട്ടർ ചേഞ്ചിൻ്റെ സമയത്തൊക്കെ കൃത്യമായിട്ട് തന്നെ അത് നോട്ടീസ് ചെയ്യുന്നുണ്ട്. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ വാട്ടർ ചേഞ്ചൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ പല ഗൗരാമികളും വളരെ ക്വയറ്റാണ്. അവർ ചാടാനോ ചെറിയ സ്പേസിൽ ഇട്ടാൽ പോലും അവർ ചാടാനോ അല്ലെങ്കിൽ ഇപ്പോൾ അത്തരം കാര്യങ്ങൾക്കൊന്നും നിൽക്കുന്നില്ല. മാത്രമല്ല ഈ ഗൗരാമി ഫാമിലിയിൽപ്പെട്ട മത്സ്യങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവരെ അടിഭാഗത്ത് സെൻസ് ചെയ്യാനൊക്കെയുള്ള ഒരു സംഭവം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഗൗരാമികൾക്ക് ഇത് ഒരു എക്സ്ട്രാ സെൻസറി, അവർ തൊട്ട് നോക്കാനും അതുപോലുള്ള കുറേ കാര്യങ്ങൾക്കാണ് ഈ ഒരു സംഭവം യൂസ് ചെയ്യുന്നത്. അതായത് അടിഭാഗത്തായിട്ട് ആ പെൽവിക് ഫിൻസിൻ്റെ ഭാഗത്തായിട്ട് രണ്ട് നീണ്ടു നിൽക്കുന്ന ഒരു സംഭവം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഗൗരാമികൾക്കെല്ലാം. അപ്പോൾ ഈ ഒരു സംഭവം അവർ തൊട്ട് നോക്കാനും സെൻസ് ചെയ്യാനൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മൾ പൊതുവേ കേട്ടിട്ടുണ്ട് ഇത്തരത്തിലുള്ള എക്സ്ട്രാ സെൻസറി ഓർഗൻസ് ഉള്ളത്, അതായത് മീശ പോലുള്ള സംഭവങ്ങൾ, നമ്മുടെ ബാർബെൽസ്, നമ്മുടെ കാറ്റ് ഫിഷുകൾക്ക്, അരവാന, അപ്പോൾ അത്തരം മീനുകൾക്ക് എക്സ്ട്രാ സെൻസറി കേപ്പബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ അവർക്ക് എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടി മറ്റുള്ള മീനുകളെക്കാളും ഇത്തരത്തിലുള്ള സ്വഭാവങ്ങൾ കൂടുതലായിരിക്കും. ഇത് എൻ്റെ ഒരു ഊഹമാണ്. നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം പഠനങ്ങളെ ബേസ് ചെയ്ത് പറഞ്ഞിട്ടുള്ളതാണ് ഞാൻ. അതായത് ഹ്യൂമൻ ഫേസ് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം, അതുപോലെ തന്നെ ബോഡി ലാംഗ്വേജ് കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് തന്നെ അവർ നോട്ടീസ് ചെയ്ത് മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളത് പല പഠനങ്ങളും തെളിയിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ആ പഠനങ്ങളിൽ പറയുന്നത് അതിൻ്റെ ഓണർ വരുമ്പോൾ അത് കൃത്യമായിട്ട് തന്നെ ഓണറിനെ റെക്കഗ്നൈസ് ചെയ്യുന്നുവെന്നും, അതേസമയം ആ ഓണറിന് പകരം ഒരു സ്ട്രേഞ്ചറാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ആ സ്ട്രേഞ്ചറിനെ അത് കൃത്യമായിട്ട് തന്നെ അത് സ്ട്രേഞ്ചറാണെന്ന് മനസ്സിലാക്കുന്നുണ്ട് എന്നും പറയപ്പെടുന്നുണ്ട്. അതായത് മീനുകൾക്ക് കൃത്യമായിട്ട് തന്നെ അതിൻ്റെ ഓണറെ റെക്കഗ്നൈസ് ചെയ്യാനുള്ള കഴിവുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷേ ഇത് നമ്മുടെ പട്ടി, പൂച്ച തുടങ്ങിയ ആ ഒരു ജീവികൾ കാണിക്കുന്ന ഒരു എഫെക്ഷൻ, അതായത് മനുഷ്യന്മാരുമായിട്ട് പട്ടി, പൂച്ചയൊക്കെ നല്ല രീതിയിൽ ഇണങ്ങുന്ന ജീവികളാണ്. അതായത് അവർക്ക് കുറച്ചും കൂടി എഫെക്ഷൻ കൂടുതലാണ്. അത്രയും എഫെക്ഷൻ ഒന്നും മീനുകൾക്ക് ഉള്ളതായിട്ട് പറയുന്നില്ല, പക്ഷേ റെക്കഗ്നൈസ് ചെയ്യാനുള്ള കഴിവ് ഉള്ളതായിട്ട് തന്നെ പറയുന്നുണ്ട്. ഇത്തരത്തിൽ മീനുകൾ ഒരാളുമായിട്ട് ഇണങ്ങുന്നതും അതുപോലെ തന്നെ അയാളുടെ കാര്യങ്ങളെല്ലാം ഈ മീനുകൾ മനസ്സിലാക്കുന്നതും കൂടുതൽ അസോസിയേറ്റ് ചെയ്യുന്നത് ഫീഡിങ്ങുമായിട്ടാണ്. അതായത് ഫീഡിങ്ങുമായിട്ടാണ് ഇത് കണക്റ്റ് ആവുന്നതെന്നാണ് പറയുന്നത്. മീനുകൾക്ക് എപ്പോഴും അവരുടെ ഫുഡ് തന്നെയാണ് വലിയൊരു സംഭവം എന്ന് പറയുന്നത്. എല്ലാ ജീവജാലങ്ങൾക്കും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഫീഡ് ചെയ്യുന്ന ആളോട് അവർക്കൊരു സ്പെഷ്യൽ എഫെക്ഷൻ ഉണ്ടായിരിക്കും. പ്രത്യേകിച്ച് അവർക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് കാര്യങ്ങളൊക്കെയാണ് ഫീഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഭയങ്കര എഫെക്ഷൻ ആയിരിക്കും ആ ഫീഡ് ചെയ്യുന്ന ആളോട്. അപ്പോൾ അത്തരം ആളുകളെ അവർ നല്ല രീതിയിൽ നോട്ടീസ് ചെയ്യുകയും അവരുടെ ബോഡി ലാംഗ്വേജ്, ഫേസ് കാര്യങ്ങളെല്ലാം സ്കാൻ ചെയ്യുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത്. നമ്മൾ നേരത്തെ പട്ടികളുടെയും പൂച്ചകളുടെയും കാര്യങ്ങളൊക്കെ പറഞ്ഞു. മനുഷ്യന്മാരായിട്ട് അവർ കൂടുതൽ എഫെക്ഷൻ കാണിക്കാറുണ്ട്. മാത്രമല്ല ഇപ്പോൾ അപകട സാഹചര്യങ്ങളിലൊക്കെ മനുഷ്യന്മാരെ രക്ഷിക്കാൻ പോലും പട്ടികളും പൂച്ചകളും കാണിക്കുന്ന ആ സന്നദ്ധത നമുക്ക് പല യൂട്യൂബ് വീഡിയോകളിൽ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത്തരത്തിലുള്ള സംഭവങ്ങളൊന്നും മീനുകളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ആരും കേട്ടിട്ടില്ല. ഉദാഹരണത്തിന് കടലിലോ കായലിലോ മീനുകൾ വന്ന് മനുഷ്യന്മാരെ ഏതെങ്കിലും അപകടത്തിൽ നിന്ന് രക്ഷിച്ചതായിട്ടൊന്നും നമ്മൾ കേട്ടിട്ടില്ല. ഡോൾഫിനുകളൊക്കെ അത് ചെയ്യുന്നതായിട്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ അത്തരത്തിലുള്ള ജീവികൾ അവരൊന്നും മീൻ ഗണത്തിൽ പെടുന്നതല്ല. ഡോൾഫിൻ എന്ന് പറയുന്നത് ഒരു മാമലാണ്, അതൊരു ആനിമലാണ്. അത് ഹൈലി ഇൻ്റലിജൻ്റ് ആയതുകൊണ്ടാണ് അത് ചെയ്യുന്നത്. അതിനെ ഒരിക്കലും ഫിഷിൻ്റെ കാറ്റഗറിയിൽ പെടുത്താൻ പറ്റില്ല. അതൊരു ആനിമലാണ്, മാമലാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഡീപ്പായിട്ടുള്ള എഫെക്ഷൻ ഒന്നും മീനുകൾക്ക് മനുഷ്യന്മാരുമായിട്ടില്ല എങ്കിൽ പോലും കൂടുതലായിട്ടും ഇത്തരത്തിലുള്ള എഫെക്ഷൻ കാണിക്കുന്നത് അല്ലെങ്കിൽ ഒരാളെ റെക്കഗ്നൈസ് ചെയ്യുന്നതെല്ലാം നേരത്തെ പറഞ്ഞതുപോലെ അത് ഫീഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അതിന് ഫീഡ് ചെയ്യുന്ന ആളെ അല്ലെങ്കിൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഫുഡ് കൊടുക്കുന്ന ആളെ അത് കൃത്യമായിട്ട് തന്നെ റെക്കഗ്നൈസ് ചെയ്യുന്നു. അയാൾ കൃത്യമായിട്ട് ബോഡി ലാംഗ്വേജും ഫേസും ഒക്കെ മനസ്സിലാക്കുന്നു. അത്രയും കാര്യങ്ങളേ ഉള്ളൂ. അതിൽ കൂടുതലായിട്ടുള്ള എഫെക്ഷനും കാര്യങ്ങളൊന്നും ഇല്ല എന്നാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഇതുപോലെ മീനിനെ വളർത്തി നല്ല രീതിയിൽ ഇണക്കാനും ആ ഒരു മീനിനെ
നിങ്ങളുമായിട്ട് നല്ല രീതിയിൽ കണക്റ്റ് ആക്കാനൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഫീഡിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുക റെഗുലറായിട്ട്. അതുപോലെ ടാങ്കിൻ്റെ അടുത്ത് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പറ്റാവുന്നതും ആ ഒരു മീനിനെ ഫേവറേറ്റ് ആയിട്ട് ഇഷ്ടപ്പെടുന്ന ഫുഡുകൾ, അതായത് നോൺ വെജ് ഫുഡുകളുള്ള ഫുഡുകളാണ് സാധാരണ മീനുകൾക്ക് ഇഷ്ടപ്പെടുന്നത്. ഉദാഹരണത്തിന് ഓസ്കാർ പോലുള്ള മീനുകൾക്ക് ജയൻറ്റ് ഗോരാമി, ഫ്ലവർ ഹോൺ. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ അവർക്ക് ഫീഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ആ ഒരു മീൻ നിങ്ങളുമായിട്ട് ഇണങ്ങും. കുറച്ച് കാലം കണ്ടിന്യൂസ് ആയിട്ട് ഇത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു മീൻ നിങ്ങളുമായിട്ട് ഇണങ്ങും. നിങ്ങൾ കൃത്യമായിട്ട് തന്നെ തിരിച്ചറിയും. നേരത്തെ ഞാൻ പറഞ്ഞു എല്ലാ മീനുകളും അല്ല, ചില പർട്ടിക്കുലർ കാറ്റഗറിയിൽ പെട്ട മീനുകളാണ് കൂടുതൽ ഈ ഒരു സംഭവത്തിന് സെൻസിറ്റീവ് ആയിട്ടുള്ളത്. സിക്ലിഡ് ഫാമിലിയിൽ പെട്ട മീനുകൾ, അതായത് ഓസ്കാർ, ഫ്ലവർ ഹോൺ പോലുള്ള മീനുകൾ, അരവാന, അതുപോലെ ഗൗരാമി ഫാമിലിയിൽ പെട്ട മത്സ്യങ്ങൾ, ബീറ്റ ഫിഷ് പോലും ഈ കാറ്റഗറിയിൽ പെടുന്നുണ്ട്. നിങ്ങൾ മീൻ വളർത്തിയിട്ട് ഇത്തരത്തിലുള്ള ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ, അതായത് നല്ല രീതിയിൽ ഇണങ്ങുന്ന മീൻ, നിങ്ങൾ കൃത്യമായിട്ട് തന്നെ റെക്കഗ്നൈസ് ചെയ്യുന്ന ഒരു മീൻ, അങ്ങനെ ഒരു മീൻ നിങ്ങളുടെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്ത് അറിയിക്കുക. അത് ഏത് വെറൈറ്റി മീനാണെന്ന് കൂടി നിങ്ങൾ കമൻറ്റ് ചെയ്യുമ്പോൾ അതിൽ മെൻഷൻ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കുക.